തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഉണ്ടായ ഒരു നാടകീയ സംഭവത്തിലേക്കാണ് കോഴിക്കോട് കോൺഗ്രസ് കൌൺസിലർ ആം ആദ്മി പാർട്ടിയിൽ ചേർന്നു. നടക്കാവ് കൌൺസിലർ അൽഫോൻസയാണ് രാജിവെച്ചത്. മാവൂർ റോഡിൽ നിന്നും AAP സ്ഥാനാർത്ഥിയായി മത്സരിക്കും. കോഴിക്കോട് നിന്ന് YS അഭിനന്ദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ഇതോടുകൂടി ചുവടുമാറ്റവും സജീവമായിരിക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷനിലെ നടക്കാവ് കൗൺസിലറായിട്ടുള്ള അൽഫോൺസ കോൺഗ്രസിന്റെ കൗൺസിലറാണ്. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയിൽ ചേർന്നിരിക്കുകയാണ്. അഴിമതി ഭരണം അവസാനിപ്പിക്കുക, ഒപ്പം തന്നെ കോൺഗ്രസിനുള്ളിൽ ആഭ്യന്തര പ്രശ്നമടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഈ കൗൺസിലർ ആം ആദ്മി പാർട്ടിയിൽ ചേരുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. മറ്റൊരു വാർഡിൽ നിന്ന് മത്സരിക്കാൻ കൂടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനൊരു ചുവടുമാറ്റം? ചുവടുമാറ്റം എന്ന് പറഞ്ഞാൽ 45 വർഷമല്ലേ ഈ കോഴിക്കോട് കോർപ്പറേഷൻ. ഈ ഒരു അഴിമതി കോർപ്പറേഷൻ തന്നെയാണ് അതിൻ്റെ പേര്. ഇത് എത്ര കാലം ഈ ജനങ്ങൾ സഹിക്കുക? ഇതിനൊരു മാറ്റം വേണ്ടേ? അതിന് മാറ്റം കൊണ്ടുവരാൻ പറ്റിയ ശക്തി ആം ആദ്മി മാത്രമേ ഉള്ളൂ. മറ്റേ 3 ആളും കൂടി ചേർന്നുള്ള കൂട്ടുകച്ചവടമാണ്. ഇത് അവസാനിപ്പിക്കണ്ടേ? ഇത് പൊതുജനം അറിയണ്ടേ? പ്രൊഫഷണൽ രംഗത്ത് നിന്നാണെന്ന് തോന്നുന്നു സജീവമായിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നതും കൗൺസിലർ ആവുന്നത് കോൺഗ്രസിന്റെ ഭാഗമായിട്ടാണ്. KC ശോഭയുടെ നേതൃത്വത്തിലൊരു വലിയ സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അഴിമതിക്കെതിരെ ഒരു ദുർഭരണം, അഴിമതിക്കെതിരെ പോരാട്ടം എന്നൊക്കെ പറയുമ്പോൾ അവിടെ നിന്ന് മാറുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അഴിമതിക്കെതിരെ പോരാട്ടം എന്ന ഡയലോഗ് മാത്രമേ ഉള്ളൂ, നോ ആക്ഷൻ. നമ്മൾ ആക്ഷനിലൂടെ ഞങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നത് അതാണ്. ഡയലോഗ് തുടങ്ങിയിട്ട് 45 കൊല്ലായില്ലേ? എന്തായിരുന്നു? ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇവരിങ്ങനെ ഒഴുകുന്നു. 3 ആളും കൂടി കൃത്യമായിട്ട് വീതം വെച്ച് പങ്കുവെച്ച് സുഖമായിട്ട് പോകുന്നു. പാവം ജനങ്ങളെ കബളിപ്പിക്കുന്നു. സോറി, എനിക്ക് അങ്ങനത്തെ കൂട്ടു നിൽക്കാനാവില്ല. നാടകമായിട്ട് നിങ്ങൾക്ക് തോന്നാം, ഞങ്ങൾക്കും തോന്നാം, എല്ലാവർക്കും തോന്നാം. അത് കൃത്യമായിട്ട് ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ആരാണ് ഇവിടെ ഭരിക്കുന്നതെന്ന്. വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ ലേഡീസ്? സ്വന്തം പാർട്ടിയിൽ ഇത് പറഞ്ഞിരുന്നോ? ഇങ്ങനെ പറഞ്ഞു എൻ്റെ അടുത്ത് വന്നു. KPCC സെക്രട്ടറി വന്നു, ബ്ലോക്ക് സെക്രട്ടറി, ഭാരവാഹികളൊക്കെ വന്നു. ഞാൻ പറഞ്ഞു ഈ പ്രാവശ്യം ഞാൻ മത്സരിക്കുന്നുണ്ട്, പക്ഷേ UDF നിൽക്കാൻ താല്പര്യം. എന്താ ടീച്ചറെ, ടീച്ചർ പറയുന്ന ഏത് സീറ്റ് വേണമെങ്കിൽ ഞാൻ തരാം. ഞാൻ പറഞ്ഞു സോറി, ഇത് 45 കൊല്ലമായിട്ട് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റില്ല. ഇനിയാണോ നിങ്ങൾ പിടിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു. അതെന്താ ഞങ്ങൾ ഇപ്രാവശ്യം പിടിക്കുന്നുണ്ട്. അപ്പം ഞാൻ തൊട്ടടുത്തൊരു ചെറിയ ബാങ്ക് ഉണ്ടായിരുന്നു, ചേവായൂർ. ആ ബാങ്ക് എന്ത് നിമിഷം കൊണ്ടാണ് ആരുടെ കരങ്ങളിലേക്കായി? ആ ബാങ്ക് പിടിക്കാത്ത നിങ്ങളാണോ ഇനി കോർപ്പറേഷൻ പിടിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു. അതോടെ അവർക്കൊന്നും മിണ്ടാനില്ല. അതുകൊണ്ട് ഇനി ഒരിക്കലും കോൺഗ്രസിന് ഈ അഴിമതിക്കെതിരെ ഒരു പോരാട്ടം നടത്താൻ പറ്റില്ല, അല്ല അവർക്ക് ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്നുള്ളതാണോ? കഴിയില്ല എന്ന് ഞാൻ പറയില്ല, പ്രവർത്തനം പോരാ. കാരണം കൂട്ടുകച്ചവടത്തിൽ എന്ത് പ്രവർത്തനം? കാരണം കാര്യങ്ങൾ സുഖമായി നടക്കുന്നുണ്ട്. അവരുടെ കാര്യങ്ങൾ, എല്ലാവരുടെ കാര്യങ്ങളും നടക്കുന്നുണ്ട്. പിന്നെ അവർക്ക് എന്താ പ്രശ്നം? ആം ആദ്മി വന്നാൽ അത് പൂർണ്ണമായി മാറ്റാൻ കഴിയും? പൂർണ്ണമായി മാറ്റല്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. തുടക്കം കുറിച്ചിട്ടേ നമുക്ക് അവസാനം അതിന്റെ പാരമ്യത്തിൽ എത്താൻ പറ്റുള്ളൂ. അപ്പം കോൺഗ്രസ് ഒരു കളർഫുൾ ലിസ്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നെന്ന് പറയുന്നു. അവരൊരു സർപ്രൈസ് സ്ഥാനാർത്ഥി പട്ടിക. അപ്പം ഇങ്ങനെ സ്വന്തം പാർട്ടിയിൽ നിന്ന് ഒരു കൗൺസിലർ പോകുമ്പോൾ അത് കുറച്ച് അവരെ ബാധിക്കില്ലേ? അപ്പൊ അത് ആലോചിച്ചെടുത്ത് തീരുമാനം. ബാധിക്കില്ലേ എന്ന് പറഞ്ഞാൽ അവരെ ബാധിക്കില്ലേ എന്ന് പറയുന്നതാണ് സർപ്രൈസ്. അവരൊന്ന് മനസ്സിലാക്കണം, ഇങ്ങനെ പോയാൽ പറ്റില്ല. നമ്മുടെ പാർട്ടിയിൽ ഇനി മാറ്റങ്ങൾ വരേണ്ടിരിക്കുന്നത് അവർ മനസ്സിലാക്കണം. കാരണം ഇന്നത്തെ ഏറ്റവും സ്വീറ്റസ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ നല്ല പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മതിച്ചു. പക്ഷേ ഈ കോഴിക്കോട് കോർപ്പറേഷനിലെ പറ്റി അതുകൊണ്ട് മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നിയില്ല. 45 കൊല്ലം പോയിട്ടില്ല, പിന്നെയല്ല ഇനി പോകാൻ പോകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.